الرحمن الرحيم ومن أظلم ممن ذكر بآيات ربه فأعرض عنها ونسي ما قدمت يداه إنا جعلنا على قلوبهم أكنة أن يفقهوه وفي آذانهم وقرا وإن تدعهم إلى الهدى فلن يهتدوا إذن أبدا وربك الغفور ذو الرحمة لو يؤاخذهم بما كسبوا لعجل لهم العذاب بل لهم موعد لن يجدوا من دونه موئلا صدق الله العظيم. ബഹുമാന്യരായ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, സൂറത്തുൽ കഹ്ഫിലെ 57, 58 വാക്യങ്ങളാണ് ഇന്ന് നാം സംസാരിക്കുന്നത്. അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ കൊണ്ട് പ്രവാചകന്മാരും ഗുരുനാഥന്മാരും പണ്ഡിതന്മാരുമെല്ലാം നമ്മെ ഉപദേശിക്കാറുണ്ട്. ആ ഉപദേശിക്കുന്ന സമയത്ത് ആരെങ്കിലും അത് അവഗണിക്കുകയാണ് എങ്കിൽ, അതുപോലെ സ്വന്തം ജീവിതത്തിൽ ചെയ്തിട്ടുള്ള തെറ്റുകളെക്കുറിച്ച് യാതൊരു പശ്ചാത്താപ ചിന്തയുമില്ലാതെ ജീവിക്കുകയുമാണ് എങ്കിൽ, അത്തരം ആളുകൾ ആണ് ഏറ്റവും വലിയ പാപികൾ. ചില ആളുകൾ കരുതും പാപം ചെയ്യുക, ആക്രമിക്കുക എന്നൊക്കെ പറയുന്നത് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കലും ആയുധങ്ങൾ ഉപയോഗിച്ച് പരിക്കേൽപ്പിക്കലുമൊക്കെയാണെന്ന്. അങ്ങനെയൊന്നുമല്ല. ഖുർആൻ പറയുന്നത്, നല്ല ഉപദേശങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാകാതെ വന്നാൽ പണ്ഡിതന്മാരുടെയും ഇൽമ് അനുസരിച്ച് അമൽ ചെയ്യുന്ന ആലിമീങ്ങളുടെയും ഉപദേശങ്ങൾ സ്വീകരിക്കാൻ മടിച്ചു നിൽക്കുക എന്നത് ഏറ്റവും വലിയ പാപമാണ്. അത് ഏറ്റവും വലിയ ളുൽമാണ്. വമൻ അദ്ലമു എന്നാണ്. ഏറ്റവും വലിയ ദ്രോഹി, ഏറ്റവും വലിയ ആക്രമി അത് ഇത്തരക്കാരായ ആളുകളാണ്. ഇത് ഗൗരവത്തോടെ നാം ഓർക്കണം. ഖുർആനാണ് ഇത് പറയുന്നത്. അപ്പോൾ വിവരമില്ലാത്ത ആളുകൾ വിവരമുള്ളവരുടെ ഉപദേശം സ്വീകരിക്കണം. മുൻപ് കഴിഞ്ഞുപോയ മഹാന്മാരായ ആളുകളെ ബഹുമാനിക്കുകയും അവരുടെ വഴി ഇഷ്ടപ്പെടുകയും വേണം. ആ വഴിയിലേക്ക് നമ്മെ ക്ഷണിക്കുന്ന ഗുരുനാഥന്മാർ, ആ ഗുരുനാഥന്മാർ മഹത്വമുള്ളവരാണ്. അവരെ നാം സ്വീകരിക്കണം. ജീവിതത്തിൽ കുറേ തെറ്റുകൾ ചെയ്തു പോയിട്ടുണ്ടല്ലോ. ആ തെറ്റുകളിൽ നിന്ന് പശ്ചാത്തപിച്ച് മടങ്ങണം എന്ന് നമ്മോട് പറയുമ്പോൾ നമ്മളത് ഉൾക്കൊള്ളണം. എന്നിട്ട് നാം പശ്ചാത്തപിച്ച് മടങ്ങണം. ഈ രണ്ട് കാര്യങ്ങൾ നാം ഗൗരവത്തോടെ കണക്കിലെടുക്കുന്നില്ല എങ്കിൽ നമ്മളായിരിക്കും ഭൂമിയിലെ ഏറ്റവും വലിയ പാപികൾ. ഇത് സൂറത്തുൽ കഹ്ഫിലെ 57-ാമത്തെ വാക്യത്തിൽ വ്യക്തമായി പറയുന്നു. ഇന്നാ ജഅൽനാ അലാ ഖുലൂബിഹിം അകിന്നതൻ അൻ യഫ്ഖഹൂഹു വഫീ ആദാനിഹിം വഖ്റ. ഇത്തരക്കാരായ ആളുകൾ, അവരുടെ സ്ഥിതി വളരെ ദയനീയമാണ്. അവരുടെ ഹൃദയത്തിൽ അല്ലാഹു തആല ഒരു കവചം വെച്ചതുപോലെയാണുള്ളത്. അവരുടെ കാതുകൾക്ക് ഒരു അടപ്പും അല്ലാഹു വെച്ചതുപോലെയാണുള്ളത്. ഇങ്ങനെയുള്ള ഒരു മാനസികാവസ്ഥ ഒരാൾക്കുണ്ടായിക്കഴിഞ്ഞാൽ അവർക്ക് പിന്നെ സന്മാർഗത്തിലേക്ക് വരാൻ കഴിയില്ല. അത് അഹങ്കാരത്തിൻ്റെ അടയാളമാണ്.
നല്ലത് കേൾക്കാൻ, നല്ലത് ഉൾക്കൊള്ളാൻ സാധിക്കണമെങ്കിൽ ഈ നിലപാട് നമ്മൾ മാറ്റണം. ഏത് നിലപാട്? അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള നന്മകൾ പറഞ്ഞു തരുമ്പോൾ അത് ഉൾക്കൊള്ളേണ്ടതാണ് എന്ന ഒരു മനോഗതി നമുക്കുണ്ടാകണം. ആ മനോഗതി ഉണ്ടായാൽ പിന്നെ കാര്യങ്ങളൊക്കെ എളുപ്പമായി. ചെയ്തു പോയ പാപങ്ങളെ സംബന്ധിച്ച് കുറ്റബോധം ഉണ്ടാവണം. അതുണ്ടായാൽ നമുക്ക് വിജയം ഉണ്ട്. ഈ രണ്ട് മനോഭാവം ഇല്ലാതെ പോയാൽ പിന്നെ ഹൃദയത്തിലേക്ക് സന്മാർഗങ്ങൾ വരില്ല, കാതുകളിലേക്ക് യാതൊരു ഉപദേശവും കടന്നെത്തുകയില്ല, സന്മാർഗത്തിലേക്ക് ഒരിക്കലും നമുക്ക് വരാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മുടെ മനോഗതി, ആറ്റിറ്റ്യൂഡ്, അതാണ് ആദ്യം മാറ്റേണ്ടത്. അത് മാറുന്നില്ലെങ്കിൽ വിജയിക്കാൻ കഴിയില്ല. പരീക്ഷയിൽ ജയിക്കണം എന്നൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിലല്ലേ പരീക്ഷ എഴുതിയിട്ട് കാര്യമുള്ളൂ. ഞാൻ ജയിക്കൂല, എനിക്ക് തീരെ രക്ഷപ്പെടാൻ കഴിയൂല എന്നൊരാൾക്ക് തോന്നിപ്പോയാൽ പിന്നെ അയാൾക്ക് പരീക്ഷ ഹാളിൽ പോയി ഇരുന്നിട്ട് കാര്യമില്ല. അപ്പോൾ സൂറത്തുൽ കഹ്ഫ് വെള്ളിയാഴ്ച ഓതുന്ന സമയത്ത് ഈ 57-ാമത്തെ വാക്യത്തിലെത്തുമ്പോൾ നമ്മളൊന്ന് പ്രത്യേകം ശ്രദ്ധ വെക്കണം. 58-ാമത്തെ വാക്യത്തിൽ വറബ്ബുക്കൽ ഗഫൂറു ദുർ റഹ്മത്തി ലൗ യുആഖിദുഹും ബിമാ കസബൂ ലഅജ്ജല ലഹുമുൽ അദാബ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പൊറുക്കുന്നവനാണ്, പാപങ്ങൾ പുറത്തു തരും. കുറേ പാപം ചെയ്തു പോയി എന്ന് കരുതി നാം നിരാശപ്പെടരുത്. കരയണം, സങ്കടം വേണം. വന്നുപോയി, പുറത്തു തരണം. പുറത്തു തരുന്നവനാണ് അല്ലാഹു. ദുർ റഹ്മത്തി, അവൻ കാരുണ്യവും ചെയ്യും. കാരുണ്യം ചെയ്യുന്നവനാണ്. അതുകൊണ്ട് നിരാശപ്പെടാതെ മുന്നോട്ട് വരിക, ദിക്റുകൾ വർദ്ധിപ്പിക്കുക, സ്വലാത്തുകൾ ചൊല്ലുക, നല്ല മജ്‌ലിസുകളിൽ സംബന്ധിക്കുക, പാവങ്ങൾ പുറത്തു കിട്ടാൻ ആവശ്യമായ വഴിയിലേക്ക് പ്രവേശിക്കുക, അസ്തഗ്ഫിറുല്ലാഹ് വർദ്ധിപ്പിക്കുക. ലൗ യുആഖിദുഹും ബിമാ കസബൂ ലഅജ്ജല ലഹുമുൽ അദാബ്. അല്ലാഹു തആല മനുഷ്യൻ ചെയ്യുന്ന പാപങ്ങൾക്ക് പെട്ടെന്ന് ശിക്ഷ നൽകുക എന്ന സ്വഭാവക്കാരനായിരുന്നുവെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? നമ്മളാരെങ്കിലും ഇവിടെ ഉണ്ടാകുമോ? കാരണം അത്രയും കുറ്റങ്ങൾ അറിഞ്ഞും അറിയാതെയും വന്നുപോയവരാണ്. പക്ഷേ അള്ളാഹു ക്ഷമിക്കുന്നത് കൊണ്ടും പൊറുക്കുന്നത് കൊണ്ടുമാണ് നമുക്ക് ഈ ഭൂമിയിൽ ആരോഗ്യത്തോടെ ജീവിക്കാൻ കഴിയുന്നത്. പക്ഷേ എന്നും അവൻ പൊറുക്കുന്നവനാണല്ലോ എന്ന് കരുതി നാം ആലസ്യത്തോടു കൂടി ഇരിക്കരുത്. എല്ലാറ്റിനും നിശ്ചയിക്കപ്പെട്ട ഒരു സമയമുണ്ട്. ആ സമയമാകുമ്പോൾ പിടികൂടും. എപ്പോഴാണ് പിടികൂടുക? ഇന്നാണോ? ചിലപ്പോൾ ഇന്നാവാം. നാളെയാണോ? നാളെയാവാം. അതുകൊണ്ട് ആ സമയം നമുക്കറിയാത്തത് കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ നാം മാറണം. മാറ്റേണ്ടത് മാറ്റണം, ഉപേക്ഷിക്കേണ്ടത് ഉപേക്ഷിക്കണം, ഉൾക്കൊള്ളേണ്ടത് ഉൾക്കൊള്ളണം. വെള്ളിയാഴ്ചകളിലാണ് ഈ ചിന്തകളെല്ലാം നമ്മുടെ തലയിൽ കയറ്റേണ്ടത്. അതുകൊണ്ടാണ് ഈ സൂറത്ത് വെള്ളിയാഴ്ച പാരായണം ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ളത്. പരിശുദ്ധ ഖുർആനിൽ ഉള്ള എല്ലാ ഉപദേശങ്ങളും നമുക്ക് സ്വീകരിക്കാനുള്ളതാണ്. എല്ലാം കൂടെ നാം എടുത്തു വെച്ച് നോക്കുമ്പോൾ അതൊരു ഭാരമാവുമോ? ഇല്ല, ഒരു ഭാരവുമില്ല. വെള്ളം കുടിക്കുന്നത് ഭാരമല്ല. വെള്ളം എത്ര കുടിക്കണം? കുറേ കുടിക്കണ്ടേ ഒരു ദിവസം? പക്ഷേ പലപ്പോഴായി നാം അതങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് കുടിക്കാത്ത ഒരു പ്രയാസം നമുക്കുണ്ടാവില്ല. വായു ശ്വസിക്കണം, എങ്കിലല്ലേ ഇവിടെ ജീവിക്കാൻ കഴിയൂ. അതൊരു ഭാരമാണോ? അല്ല. കാരണം അത് അതിൻ്റെ രൂപത്തിൽ എങ്ങനെ നടന്നുകൊള്ളൂ. ഇതുപോലെ ജീവിതത്തിൻ്റെ ടൈം ടേബിളിൽ നിസ്കാരത്തെ ഉൾപ്പെടുത്തിയാൽ, ദിക്ർ, സ്വലാത്ത്, ഹസനാത്തുകൾ ഉൾപ്പെടുത്തിയാൽ, ഭാര്യയ്ക്കും മക്കൾക്കും ഗുണം ചെയ്യൽ എല്ലാം നമ്മൾ ഉൾപ്പെടുത്തിയാൽ
ടൈം ടേബിളിൽ അത് കയറിയാൽ ഓട്ടോമാറ്റിക്കായി അത് റൺ ചെയ്യും. അങ്ങനെയുള്ളൊരു നല്ല ജീവിതം അള്ളാഹു നമുക്ക് തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്ന് ഇവിടെ അവസാനിപ്പിക്കാം. അസ്സലാമു അലൈക്കും.